N11 IASൻ്റെ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഇവയൊക്കെയാണ്: പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് അമെൻമെൻറ്റ് റൂൾസ് 2021, ഗാസ്നാവി, ബാലിസ്റ്റിക് മിസൈൽസ്, വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസി, ആയുഷ്മാൻ ഭാരത് PMJAY ഇൻഷുറൻസ്, GM സോയ്, BBV154 നേസൽ വാക്സിൻസ്. ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. ആദ്യം പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് അമെൻമെൻറ്റ് റൂൾസ് 2021. പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾ 2016 വന്ന ഒരു അമെൻമെൻറ്റാണ് ഇവിടെ പറയുന്നത്. എൻവയോൺമെൻറ്റ് മിനിസ്ട്രി അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അമെൻമെൻറ്റ് പ്രകാരം പുതിയ നിയമം ഇങ്ങനെയാണ് പറയുന്നത്: ഇറ്റ് പ്രൊഹിബിറ്റ് ദ സ്പെസിഫിക് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് items with low utility and high littering potential by year 2022. 2022 ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ. അവയുടെ പ്രത്യേകത ഇതാണ്: ഉപയോഗക്ഷമത ഈസ് ലോ യൂട്ടിലിറ്റി ആൻഡ് ഹൈ ലിറ്ററിങ് പൊട്ടൻഷ്യൽ. അല്ല, അവർ തരുന്നതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അവർ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുമ്പോഴേക്കും ഒരുപാട് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഐറ്റംസിൻ്റെ മാനുഫാക്ചറിങ് എൻഡേർലി നിർത്തുക എന്നുള്ളതാണ് അതിന് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഒരു അമെൻമെൻറ്റ്. നമുക്കറിയാം, അത്തരത്തിലുള്ള ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഐറ്റംസിൻ്റെ ഉദാഹരണങ്ങൾ ഇവയൊക്കെയാണ്: ക്യാൻഡി സ്റ്റിക്സ് ഉണ്ട്, പ്ലാസ്റ്റിക് ഫ്ലാഗ് ഉണ്ട്, ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ട്, കപ്സ്, നൈഫ്, സ്പൂൺ, അതൊക്കെ പ്ലാസ്റ്റിക് കോട്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട്. അവയെല്ലാം, ഫോർ എക്സാമ്പിൾ PVC ബാനേഴ്സ് ഓഫ് ലെസ് ദാൻ 100 മൈക്രോൺ, ഇവയെല്ലാം ഈ പ്രോഡക്റ്റിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ദാറ്റ് ഈസ് മാനുഫാക്ചറിങ് ഓഫ് എ റേഞ്ച് ഓഫ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് വിൽ ബി ബാൻഡ്. ഈ അമെൻമെൻറ്റ് വരുവാൻ കാരണം 2019 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് അസംബ്ലിയിൽ ആ ഒരു മീറ്റിങ്ങിൽ ഇന്ത്യ ഒരു റെസൊല്യൂഷൻ അക്സെപ്റ്റ് ചെയ്യുകയുണ്ടായി. ടു അഡ്രസ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു, അത് ലോകരാജ്യങ്ങൾക്ക് ഇടയിലെല്ലാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് പൊല്യൂഷനെ പറ്റിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ യുണൈറ്റഡ് നേഷൻ എൻവയോൺമെൻറ്റ് അസംബ്ലിയിൽ 2019 അത് പാസ്സായിട്ടുണ്ടായിരുന്നു. സോ ഇതിന് അക്കോർഡിംഗ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ലോ അമെൻമെൻറ്റ് അല്ലെങ്കിൽ റൂൾസിലൊരു അമെൻമെൻറ്റ് കൊണ്ടുവരാൻ കാരണം. നമുക്കറിയാം, പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾ 2016 എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ പ്രൊവിഷൻ പ്രധാനമായിട്ട് വരുന്നത്. ഇറ്റ് പ്രൊഹിബിറ്റ് മാനുഫാക്ചർ, ഇമ്പോർട്ട്, സ്റ്റോക്കിംഗ്, സെയിൽ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂസ് ഓഫ് ക്യാരി ബാഗ്സ് ആൻഡ് പ്ലാസ്റ്റിക് ഷീറ്റ്സ് വിത്ത് തിക്നെസ് ലെസ് ദാൻ 50 മൈക്രോൺസ്. 50 മൈക്രോൺസിന് താഴെയാണെങ്കിൽ മാത്രം, അല്ലേ, താഴെയാണെങ്കിൽ ഇവയ്ക്കെല്ലാം പ്രൊഹിബിഷൻസ് ആവശ്യമാണ്. അതുപോലെ ഈ ഗുഡ്ക, ടുബാക്കോ, പാൻ മസാലയൊക്കെ കവർ ചെയ്യുന്ന പ്ലാസ്റ്റിക് കവറിങ്സ് ഒഴിവാക്കുക എന്നുള്ള കാര്യം. ഇത് ഈ റൂൾസൊക്കെ അമെൻഡ് ചെയ്തിട്ടാണ് ഡ്രാഫ്റ്റ് മാർച്ച് 2021 വരുന്നത്. അതിനുശേഷം മിനിസ്ട്രി ആണെങ്കിൽ നാഷണൽ ലെവൽ ടാസ്ക് ഫോഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം അത് ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു: ടു ഐഡൻറ്റിഫൈ ദ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഐറ്റം ആൻഡ് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ 2016 റൂൾസ്. അത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഐറ്റംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് 2016 റൂൾസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എല്ലാം നടപ്പിലാക്കുക. ഇതാണ് നാഷണൽ ലെവൽ ടാസ്ക് ഫോഴ്സിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞത്. അതായിരുന്നു ഗാസ്നാവി ഈസ് ദ ടൈപ്പ് ഓഫ് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽസ്. ഇറ്റ് സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർഡ് ബൈ പാകിസ്ഥാൻ. അതിൻ്റെ ടാർജറ്റ് ഇത്രയാണ് വരുന്നത്: 290 കിലോമീറ്റേഴ്സ്. ഗാസ്നാവി ഇറ്റ്സ് ടൈപ്പ് ഓഫ് ഷോർട്ട് റേഞ്ച് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ്. ആൻഡ് ഇതൊരു സീരീസിലെ പാകിസ്ഥാൻ്റെ ഘൗറി ഷഹീൻ സീരീസ് ഓഫ് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിലേക്ക് ഇത് ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഷഹീൻ സീരീസ് എന്ന് പറയുമ്പോൾ ഷഹീൻ 3 എന്ന് പറയുന്ന സീരീസിൽ ഏകദേശം 2750 കിലോമീറ്ററാണ് അതിൻ്റെ ഒരു ലോങ്ങസ്റ്റ് റേഞ്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ഇവ 3 രാജ്യങ്ങളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ്റെ അഗ്നി മിസൈൽസ്, ചൈനേൻ്റെ ബാലിസ്റ്റിക് മിസൈൽസ്, പാകിസ്ഥാൻ്റെ ബാലിസ്റ്റിക് മിസൈൽസ്, ഇവയെല്ലാം കമ്പാരിസൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ എബോവ് 10,000 വരുന്ന ബാലിസ്റ്റിക് മിസൈൽസ് ചൈനേൻ്റെയും
പാകിസ്ഥാൻ്റെയും ഒരു ആർട്ടിലറി കളക്ഷനിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസി. വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന പഴയ വാഹനങ്ങളെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ എഫിഷ്യൻസി കുറവുള്ള വാഹനങ്ങളെ മാറ്റിയിട്ട്, കോൾ കമ്പഷൻ കൂടുതൽ ആവശ്യമുള്ള വാഹനങ്ങളെ മാറ്റിയിട്ട് പുതിയത് കൊണ്ടുവരിക. അതായത് ടു റീസൈക്ലിംഗ് ഓൾഡ് ആൻഡ് അൺഫിറ്റ് വെഹിക്കിൾ ആൻഡ് ഗിവ് എ ന്യൂ ഐഡൻറ്റിറ്റി ടു ദ ഇന്ത്യാസ് മൊബിലിറ്റി ആൻഡ് ഓട്ടോ സെക്ടർ. ഇതാണ് ഇതിൻ്റെ ഒരു എയിമായിട്ട് പറയുന്നത്. അതായത് അൺഫിറ്റ് വെഹിക്കിളിനെ നമ്മളുടെ റോഡിൽ നിന്നും സയൻറ്റിഫിക് മാനറായിട്ട് മാറ്റുക, റിമൂവ് ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ മോഡേണൈസ് ദ വെഹിക്കുലർ പോപ്പുലേഷൻ ഓൺ അവർ സിറ്റി റോഡ്സ്. ഇനി തങ്ങളുടെ പക്കലുള്ള ഓൾഡ് വെഹിക്കിൾ കൊടുത്തിട്ട് പുതിയത് വാങ്ങുന്ന ആൾക്കാർ, അതായത് വെൻ people who give their old vehicles for turning them into scrap will be given a certificate by the government. ഒരു സ്ക്രാപ്പേജ് സർട്ടിഫിക്കറ്റ്സ് ഗവൺമെൻറ് നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. പീപ്പിൾ ഹാവിങ് ദിസ് സർട്ടിഫിക്കറ്റ് വിൽ നോട്ട് ബി ചാർജ്ഡ് എനി രജിസ്ട്രേഷൻ ഫീ ഓൺ ദ പർച്ചേസ് ഓഫ് എ ന്യൂ വെഹിക്കിൾ. പുതിയ വാഹനങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർ വാങ്ങുകയാണെങ്കിൽ ദർ ഈസ് നോ രജിസ്ട്രേഷൻ ഫീ ഫോർ ദം. അതുപോലെ തന്നെ അത്തരത്തിലുള്ള വെഹിക്കിൾ ഓണേഴ്സിന്, അതായത് സ്ക്രാപ്പേജ് പോളിസി അക്സെപ്റ്റ് ചെയ്ത ഓണേഴ്സിന് ദേ വിൽ പ്രൊവൈഡഡ് സം റിബേറ്റ് ഓൺ ദ റോഡ് ടാക്സ്. റോഡ് ടാക്സിലുള്ള ഒരു അയവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഹൗ ടു പ്രോസസ് വിൽ അൺഫോൾഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളൊരു പ്രൊസീജിയർ ഇതാണ്. 20 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വെഹിക്കിളാണെങ്കിൽ അത് അൺഫിറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നോട്ട് റിന്യൂഡ് ആണെങ്കിൽ വിൽ ബി ഡീരജിസ്റ്റേർഡ്. അങ്ങനെയാണെങ്കിൽ അത് ഡീരജിസ്റ്റേർഡായി ഓട്ടോമാറ്റിക്കലി ഡീരജിസ്റ്റേർഡ് ആയിട്ട് പോകുന്നു. രജിസ്റ്റേർഡ് ഓണേഴ്സിനാണെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള വെഹിക്കിൾ ഒരു രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് അവർ കൊടുക്കേണ്ട വെഹിക്കിൾ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, പാൻ ഡീറ്റെയിൽസ്, അതർ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തിട്ട് അത് ഹാൻഡ് ഓവർ ചെയ്തിട്ട് സ്ക്രാപ്പേജ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് സാധിക്കും. ഈ certificate once used will be stamped cancelled by the agency. ഇനി സ്ക്രാപ്പേജ് പോളിസിക്ക് സ്ക്രാപ്പറിനാണെങ്കിൽ അവരുടെ റെക്കോർഡ് വെരിഫൈ ചെയ്തിട്ട് ആ ഒരു ഡേറ്റാബേസിൽ നിന്നും സ്റ്റോളൻ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ക്രാപ്പേജ് പോളിസിക്ക് വേണ്ടിയിട്ട് സ്റ്റോളൻ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ആൻഡ് ഇറ്റ്സ് മാൻഡേറ്ററി ഫോർ ദ ഓണർ ടു അവൈൽ ഇൻസെൻറ്റീവ്. എന്തൊക്കെയാണ് ഇൻസെൻറ്റീവ്സ് നൽകുന്നത്? സ്ക്രാപ്പ് വാല്യൂ 4.6% ആയിട്ടുള്ള എക്സ് ഷോറൂം പ്രൈസ്, അല്ലേ, പ്രൈസ് ഓഫ് ന്യൂ വെഹിക്കിൾ ഗിവൺ ടു ദ ഓണർ ബൈ ദ സ്ക്രാപ്പിംഗ് സെൻറ്റർ. 4.6% എക്സ് ഷോറൂം പ്രൈസ്, ന്യൂ വെഹിക്കിളിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് ആ സ്ക്രാപ്പിംഗ് സെൻറ്റർ തിരികെ നൽകും. ടാക്സ് റിബേറ്റ്, അല്ലെ, സ്റ്റേറ്റിൻ്റെ റോഡുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഉള്ള ടാക്സ് റിബേറ്റ്. ഇനി ന്യൂ വെഹിക്കിൾ മാനുഫാക്ചറിന് പുതിയ വെഹിക്കിൾ, അല്ലേ, മാനുഫാക്ചർ എന്ന് പറയുന്നത് വെഹിക്കിൾ മാനുഫാക്ചേഴ്സ് 5% ഡിസ്കൗണ്ട് ന്യൂ വെഹിക്കിൾസിന് നൽകണം എന്നുള്ള പ്രൊവിഷൻ അതിൽ വരുന്നുണ്ട്. ഇൻസെൻറ്റീവ്സ് അതിൽ വരുന്നുണ്ട്. ഫ്രീ വേവ്, രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് പുതിയൊരു വെഹിക്കിൾ വാങ്ങുമ്പോഴത്തേക്കും ഫ്രീ ആക്കി കൊടുക്കുന്നു. അങ്ങനെ വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസീൻ്റെ അണ്ടറിൽ വരുന്ന ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് ഫോർ ദ വെഹിക്കിൾ ഓണേഴ്സ്. അടുത്തതായിട്ട് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ABPMJAY ആണ്. അപ്പോൾ അതുപോലെ ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഇതിനകത്ത് സെൻട്രൽ സെക്ടർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ആയുഷ്മാൻ ഭാരത് മിഷനാണ്. ഇറ്റ്സ് ആങ്കേർഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അപ്പോൾ 2 ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സിൻ്റെ ഒരു കൂട്ടമാണ്. ലൈക്ക് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് ആൻഡ് നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീം. ഇവയാണ് അതിൻ്റെ ഒരു ഇറ്റ്സ് ആൻ അംബ്രല്ല ഓഫ് 2 മേജർ ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സ്. ഒരു നാഷണൽ ഹെൽത്ത് ഏജൻസി, അല്ലെ, നാഷണൽ ലെവലിലാണെങ്കിൽ ABPMJAY മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാഷണൽ ഹെൽത്ത് ഏജൻസി ഉണ്ടായിരിക്കും. അതേപോലെ സ്റ്റേറ്റ്സിനും UTs ലെവലിൽ ഒരു സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഉണ്ടായിരിക്കും അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ABPMJAY എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റ്സിലും UTസിലും അവരുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും
റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു കവർ ഓൾ ടാർഗറ്റഡ് ബെനിഫിഷ്യറീസ്, അർഹതയുള്ളവരെ കണ്ടെത്തി ആ ആനുകൂല്യം നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കവറേജ് ആയിട്ടുള്ള എമൗണ്ട് ഇത്ര Rs 5 lakh പെർ ഫാമിലി പെർ ഇയർ ആണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കവർ എന്ന് പറയുന്നത്. അത് എല്ലാ സെക്കൻഡറി ആൻഡ് മോസ്റ്റ് ടെറിഷറി കെയർ പ്രൊസീജിയേഴ്സും ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും ലെഫ്റ്റ് ഔട്ട് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എസ്പെഷ്യലി വിമൻ, ചിൽഡ്രൻ, എൽഡർലി എല്ലാവരും ഇതിലേക്ക് വരുന്നുണ്ട്. അത് ഇൻക്ലൂഡഡ് ആണ്. നോ ക്യാപ്പ് ഫോൺ ദ ഫാമിലി സൈസ്, ഏജ് അങ്ങനെയുള്ളൊരു ക്യാപ്പും അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ഷനും വരുന്നില്ല. ഇനി പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് പോളിസീൻ്റെ ഫസ്റ്റ് ഡേയിൽ തന്നെ അത് കവർ ചെയ്യപ്പെടുന്നു. പിന്നീട് ട്രാൻസ്പോർട്ട് അലവൻസ്, ഹോസ്പിറ്റലൈസേഷൻ ഇതെല്ലാം ബെനിഫിഷ്യറിക്ക് പേ ചെയ്യപ്പെടുന്നുണ്ട്. ഇനി സ്കീമിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ എല്ലായിടത്തും ഇത് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എംപാനൽ ഹോസ്പിറ്റൽ എന്നാണ് നമുക്ക് ബെനിഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നു ബെനിഫിഷ്യറീസിന്. ദാറ്റ് ഇസ് ക്യാഷ്ലെസ് ബെനിഫിറ്റ്സ് ആണ്. ഫോർ ദ ഡിജിറ്റൽ മോഡായിരിക്കും അതിൻ്റെ ഒരു അസിസ്റ്റൻസ് നൽകുക. പബ്ലിക് ആൻഡ് എംപാനൽ പ്രൈവറ്റ് ഫെസിലിറ്റീസ് നൽകുന്നുണ്ട്. അതായത് എല്ലാ പബ്ലിക് ഹോസ്പിറ്റലും സ്റ്റേറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്ന ABPMJY ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്സിലെയും പബ്ലിക് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ഈ സ്കീംസ് കൊടുക്കുന്നുണ്ട്. ഇനി ESICൻ്റെ കീഴിൽ വരുന്ന എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ ഇതും അതിൻ്റെ ബെഡ് ഒക്യുപ്പൻസി റേഷ്യോ പാരാമീറ്റർ വെച്ചിട്ട് അവിടെ അവർക്കുണ്ടായിരുന്ന കിടക്കളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് അത് അവരുടെ ഒരു എംപാനൽമെൻറ്റ് വരുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ അവർ എംപാനൽ ചെയ്യുന്നത് ഓൺലൈനായിട്ട് ഇറ്റ്സ് ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. ഇനി സെൻട്രൽ കോസ്റ്റ് ആണെങ്കിൽ സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അത് ഒരു പാക്കേജ് റേറ്റിലായിരിക്കും. അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഈ പാക്കേജ് ബേസിസിലാണ് അത് നൽകുന്നത്. ഇത് എല്ലാ ക്യാഷ്ലെസ് പേപ്പർലെസ് ട്രാൻസാക്ഷനാണ് ഇതിൻ്റെ ബെനിഫിഷ്യറിക്ക് ലഭിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റിനും അല്ലെങ്കിൽ UTസിനും അവർക്ക് അവരുടേതായ രീതിക്ക് സ്പെസിഫൈ ചെയ്ത് റേറ്റ് മോഡിഫൈ ചെയ്യാവുന്നതാണ്. പൊതുവെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് ഒരു പാക്കേജ് റേറ്റിലാണ്. എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ സോഷ്യൽ എക്കണോമിക് കാസ്റ്റ് സെൻസസിൻ്റെ ഡേറ്റാ ബേസിസിലാണ് കുറച്ച് ക്രൈറ്റീരിയ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഫാമിലീസ് ഹാവിങ് ഓൺലി 1 റൂം വിത്ത് കച്ച വാൾസ്, കച്ച റൂഫ് അങ്ങനെയുള്ളവർ ബെനിഫിഷ്യറീസ് ആണ്. ഫാമിലീസ് ഹാവിങ് നോ അഡൾട്ട് മെമ്പർ ബിറ്റ്വീൻ ഏജ്, അതായത് 16 to 59 ഏജ് ഗ്രൂപ്പിൽ വരുന്ന അഡൾട്ട് മെമ്പേഴ്സ് ഇല്ലാത്ത ഫാമിലീസ് ബെനിഫിഷ്യറീസ് ആണ്. സ്ത്രീകൾ ഹെഡ് ചെയ്യുന്ന ഫാമിലീസ് ആണെങ്കിൽ അവിടെ ഒരു അഡൾട്ട് മെയിൽ മെമ്പർ ഇല്ല എങ്കിൽ ബിറ്റ്വീൻ ഏജ് 16 to 59 അവരൊരു ബെനിഫിഷ്യറി ആയിട്ട് പരിഗണിക്കാം. ഡിസേബിൾഡ് മെമ്പർ ആൻഡ് നോൺ ഏബിൾഡ് അഡൾട്ട് മെമ്പർ ഇൻ ദ ഫാമിലി, അതുപോലെ SC/ST ഹൗസ് ഇനി household deriving major part of their income from the manual casual labor. Families in rural areas, അതായത് household without shelter, destitute, living on slums, manual scavenger family, primitive tribal groups, legally released bonded labor ഇത്തരത്തിലുള്ള ഫാമിലീസ് ആണെങ്കിൽ അവരും ബെനിഫിഷ്യറി ആയിട്ട് അല്ലെങ്കിൽ ദേ ആർ എലിജിബിൾ ടു അവെയിൽ ദിസ് ഇൻഷുറൻസ്. ഇനി അർബൻ ഏരിയയിലാണെങ്കിൽ 11 ഡിഫൈൻഡ് ഒക്യുപ്പേഷണൽ കാറ്റഗറീസ് ഈ സ്കീമിൻ്റെ ഇടയിലേക്ക് വരുന്നുണ്ട്. വർക്കേഴ്സ്, റാക്ക് പിക്കർ, ബെഗർ, ഡൊമസ്റ്റിക് വർക്കർ, സ്ട്രീറ്റ് വെണ്ടർ, കോബ്ലർ, ഹാക്കർ, അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കർ, പ്ലംബർ, മേസൺ ലേബർ, അതേപോലെയുള്ള സർവീസ് പ്രൊവൈഡർ വർക്കിംഗ് ഓൺ ദ സ്ട്രീറ്റ്സ്, ഹാൻഡിക്രാഫ്റ്റ് വർക്കർ, ടൈലർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറ്റഗറി അതിൽ വരുന്നുണ്ട്. 11 കാറ്റഗറീസ് അർബൻ ഏരിയയിൽ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലൈസ് ആവുകയാണെങ്കിൽ ആ ബെനിഫിഷ്യറീൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന നമ്പർ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. അതിനുശേഷമാണ് അതിൻ്റെ ക്ലെയിം റിക്വസ്റ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് വരുന്നത്. അപ്പോൾ PMJAYൻ്റെ ഒരു സോഫ്റ്റ്വെയറിൽ
എലിജിബിൾ ബെനിഫിഷ്യറീനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് രജിസ്റ്റർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പുള്ളിയെ കണ്ടെത്തുന്നു, ഇറ്റ്സ് ആൻ എലിജിബിൾ ബെനിഫിഷ്യറി ആണോ എന്ന് നോക്കുന്നു. അങ്ങനെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫാമിലി ID പ്രൂഫിൽ വഴി ഒരു ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യുന്നു. പിന്നെ ഹോസ്പിറ്റൽ പാക്കേജ് സെലക്ട് ചെയ്യുന്നു, ബാലൻസ് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ എവിഡൻസ്, ട്രീറ്റ്മെൻറ്റ് എവിഡൻസ്, സപ്പോർട്ടിങ് എവിഡൻസ് കൊടുക്കേണ്ടി വരുന്നു. അതിനുശേഷം ഡിസ്ചാർജ് സമ്മറി, പിന്നെ പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എവിഡൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യും. പേയ്മെൻറ്റ് ഇലക്ട്രോണിക്കലി പേയ്മെൻറ്റ് നടത്തുന്നു. ബെനിഫിഷ്യറി ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്ത് തിരികെ കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ന്യൂസ്, ഇന്ത്യ അലോസ് ഇമ്പോർട്ട് ഓഫ് ദ GM സോയ് മീൽ. ഇപ്പോൾ സോയ് മീൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോയാബീൻ ഈസ് ലെഫ്റ്റ് ഓവർ ആഫ്റ്റർ ഓയിൽ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബീൻ. ബീനിൽ നിന്ന് ഓയിൽ എടുത്തതിന് ശേഷം വരുന്ന എക്സ്ട്രാക്റ്റാണ് സോയ് മീൽ എന്ന് പറയുന്നത്. അത് ഫീഡിൽ, ബ്രോയിലേഴ്സിലൊക്കെ വരുന്ന പ്രോട്ടീൻ ഇൻഗ്രീഡിയൻസ് ആണ്. അല്ല, ബ്രോയിലേഴ്സിൻ്റെ ഫീഡിൽ വരുന്ന മെയിൻ പ്രോട്ടീൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ GM സോയാ സീഡ്സ്, ഇന്ത്യയിലെ GM സോയാ സീഡ്സ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് സോയാ സീഡ്സിൻ്റെ സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ ഇന്ത്യ അതിൻ്റെ ഇമ്പോർട്ടിന് GM സോയാബീൻ അല്ലെങ്കിൽ കനോള ഓയിലിൻ്റെ ഇമ്പോർട്ടിനെ അലോ ചെയ്യുന്നുണ്ട്. ബട്ട് GM സോയാബീൻ സീഡ്സിനെ ഇതുവരെ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിൻ്റെ GM സോയ സീഡ്സിൻ്റെ സ്റ്റേറ്റസ് നോക്കുകയാണെങ്കിൽ GM സോയാബീന് കനോള ഓയിൽ, GM സോയാബീൻ ആൻഡ് കനോള ഓയിലിൻ്റെ ഇമ്പോർട്ട് അലോ ചെയ്തിട്ടുണ്ട്. പക്ഷേ GM സോയാ ബീൻസിനെ ഇതുവരെ അപ്രൂവ് ചെയ്തിട്ടില്ല. ഈ GM സോയാബീൻ്റെ ഒരു സീഡ്സിനെ അലോ ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ സോയാബീൻ ഇൻഡസ്ട്രി വിൽ ബി കണ്ടാമിനേറ്റിംഗ് നോൺ GM വെറൈറ്റീസ്, അല്ലെങ്കിൽ GM അല്ലാത്ത ജനറ്റിക്കലി മോഡിഫൈഡ് അല്ലാത്ത വെറൈറ്റീസിനെ കൂടി ഇത് കണ്ടാമിനേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതുകൊണ്ടിട്ടാണ് GM സോയാബീനെ ഇമ്പോർട്ടിനെ അത് തടയുന്നത്. ഇപ്പം നമുക്കറിയാം ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി GEAC ആണ് ഇന്ത്യയിൽ GM ക്രോപ്സിൻ്റെ കൊമേഴ്ഷ്യൽ റിലീസിനെ അലോ ചെയ്യുന്ന ഒരു ബോഡി എന്ന് പറയുന്നത്. ഇനി അൺഅപ്രൂവ്ഡ് ആയിട്ടുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് വേരിയൻറ്റിനെ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ജയിൽ ടൈം ഓഫ് 5 years, RS 1 lakh. ഇതാണ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പരിധിയിലുള്ള പണിഷ്മെൻ്റായിട്ട് വരുന്നത്. ഇപ്പോൾ GM ക്രോപ്സ് എന്ന് പറയുമ്പോൾ ഒരു ക്രോപ്സ് ആണെങ്കിൽ ആർട്ടിഫിഷ്യലി ഒരു ജീൻ അതിനകത്തേക്ക് ക്രോപ്പിലേക്ക് ഒരു ആർട്ടിഫിഷ്യലി ജീൻ ഇൻസേർട്ട് ചെയ്യുന്നു. ഒരു പക്ഷേ ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിൽ നിന്നായിരിക്കും ആ ജീനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു സ്പീഷീസിൻ്റെ ജീനിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. മോസ്റ്റ്ലി എന്ന് പറയുമ്പം ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഇറ്റ്സ് എ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആൻഡ് ഹെർബിസൈഡ് ടോളറൻ്റ് ആയിട്ടുള്ള സീഡ്സ് ക്രോപ്സ് ആണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ GM ക്രോപ്സ് ഇതുവരെ ഇപ്പം GM കോട്ടൺ ആണ് ഇവിടെ ഫസ്റ്റ് GM ക്രോപ്പ് ഇവിടെ അപ്രൂവ് ചെയ്തേക്കുന്നത് BT കോട്ടൺ ആണ്. ബുള്ളാഡ് 1, അതായത് ഒരു പിങ്ക് ബോൾവോമിനെ ഇതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മോൺസാൻഡോ കമ്പനിയാണ് 2002 ഇവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം 2002 മോൺസാൻഡോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്ത്യയാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ദ കോട്ടൺ ഓവർ വേൾഡ്. അതിൽ തന്നെ പകുതിയും അല്ലെങ്കിൽ കൂടുതൽ ഷെയർ BT കോട്ടൺ തന്നെയാണ് ഇപ്പോൾ നൽകുന്നത്. അത് BT കോട്ടനാണ് അതിൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത്. ഇനി ബാക്കിയുള്ള GM ക്രോപ്സിനൊന്നും ഇതുവരെ ഇന്ത്യ അപ്രൂവൽ കൊടുത്തിട്ടില്ല. ഇപ്പം നമുക്കറിയാം അതിൻ്റെ ഒരു എഫേർട്സ് നടന്നു വരികയാണ് ഫോർ ദ ബ്രിഞ്ചോൾ, ജനറ്റിക്കലി മോഡിഫൈഡ് ബ്രിഞ്ചോൾ, ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അപ്രൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. BBV 154, അതായത് ഭാരത് ബയോടെക്സ് ഇൻട്രാനേസൽ വാക്സിൻ BBV 154, ഇറ്റ് ഗെറ്റ്സ് എ നോട്ട് ഫോർ ദ phase 2/3 ട്രയൽ. നമുക്കറിയാം വാക്സിൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇഞ്ചെക്റ്റബിൾ ആയിട്ടുള്ള ഷോട്ട്സ് ആണ്. മസിൽ അല്ലെങ്കിൽ ഇൻ്റർമസ്ക് ടിഷ്യൂവിലൊക്കെ സ്കിൻ ആൻഡ് മസിലിനിടയിൽ ഇഞ്ചെക്റ്റബിൾ ഷോട്ട്സ് ആയിട്ടാണ് വാക്സിൻസ് കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇൻട്രാനേസൽ വാക്സിൻസ് ആണ്. അത് നോസ്ട്രിൽസ് വഴി അല്ലെങ്കിൽ ഇൻഹീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നോസ്ട്രിൽസ് വഴി സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. അത് ഇൻട്രാനേസൽ റെപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് ആൻ ഇൻട്രാനേസൽ റെപ്ലിക്കേഷൻ
ഡെഫിഷ്യൻ ചിമ്പാൻസി അഡിനോ വൈറസ് വെക്റ്റേഡ് വാക്സിനാണ്. അപ്പോൾ ഇത് ഇൻട്രാനേസൽ റെപ്ലിക്കേഷൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള, റെപ്ലിക്കേറ്റ് ഒരുപാട് ചെയ്യാത്ത, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ദർ ആർ 2 ക്ലാസിഫിക്കേഷൻ ഓഫ് ദ വാക്സിൻ, വറ്റ് ഈസ് നോൺ റെപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ റെപ്ലിക്കേറ്റഡ് ഡെഫിഷ്യൻ ആൻഡ് വെരി ഹൈലി ആക്റ്റീവായിട്ടുള്ള റെപ്ലിക്കൻ എബിലിറ്റി ഉള്ള വാക്സിൻസും ഉണ്ട്. അപ്പോൾ ഈ ഇൻട്രാനേസൽ റെപ്ലിക്കേഷൻ ഡെഫിഷ്യൻ്റ് ചിമ്പാൻസി അഡിനോ വൈറസ് SARS-CoV-2 വെക്റ്റേഡ് വാക്സിനാണ് ഇതിൽ വരുന്നത്. നമുക്കറിയാം വാക്സിൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ക്യാരി എ വൈറസ്, ഒരു പ്രോട്ടീൻ സിന്തസൈസിന് വേണ്ടിയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ആ വാക്സിനകത്തുണ്ടാകും. ഇവിടെ അഡിനോ വൈറസ് സാസ് കൊറോണ V2 അല്ലെങ്കിൽ COVID-2 ആണ് ഇവിടെ വെക്റ്റേഡ് വാക്സിനായിട്ട് വരുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിലൊക്കെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ ഡെവലപ്മെൻറ്റിനെ, വാക്സിൻ ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അനാലിസിസ് നമ്മൾ എൻഡ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേഷന് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് യൂട്യൂബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.